തന്നെ ഇനിയുള്ള ഒരു നിമിഷം ഏതാണ്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാവുകയും ചെയ്യും. ഇനി ഒരാളെ കൂടി താഴേക്ക് ഇറക്കാനുള്ളൂ. അതോടുകൂടി ഏതാണ്ട് 3-3.5 മണിക്കൂർ നീണ്ട ആശങ്കകൾക്ക് ഒരു അവസാനം ഉണ്ടാവുകയാണ്. അതിനൊടുവിൽ ലാസ്റ്റ് ഏറ്റവും ഒടുവിലുള്ള ഒരാളെ കൂടി ആ ആളെ മുകളിലുണ്ട്. അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ അടുത്തുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊടുവിൽ ഏതാണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ താഴേക്ക് ഇറക്കാൻ സാധിക്കും. ഈ വടം നേരെ മുകളിലേക്ക് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ എത്തിയ ശേഷം താഴേക്ക് ഇറക്കുക മാത്രമാണ് ഇനിയുള്ളൊരു സമയം എന്ന് പറയുന്നത്. അതെന്തായാലും ഉടൻ തന്നെ സംഭവിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് അതിൽ ഒരു ആശ്വാസം ആവുകയുമുള്ളൂ. അതെന്തായാലും ഉടൻ സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫയർഫോഴ്സിന്റെ വടം ഉപയോഗിച്ചുകൊണ്ടാണ് വിനീത ഈ 4 പേരെയും താഴേക്ക് ഇറക്കിയത്. അദ്ദേഹം ചെറിയ രീതിയിലുള്ള ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലൊക്കെ പെട്ട ശേഷമാണ് അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭയപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല. ഇവിടെ കുടുങ്ങിയ 4 പേർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും ആശ്വാസകരമാണ് വിനീത. ഇനിയുള്ള ഒരാളെ കൂടിയാണ് താഴേക്ക് ഇറക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള സുരക്ഷാ കവചം, ആ സുരക്ഷാ ബെൽറ്റ് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് മുകളിൽ അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊടുവിൽ ഉടൻ തന്നെ താഴേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു 5 മിനിറ്റിനുള്ളിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാകും വിനീത. അതാണ് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ്. ഇതിനിപ്പോൾ 4 പേരെ താഴെ ഇറക്കിയിരിക്കുന്നു. ഒരാളെ കൂടി താഴെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സഞ്ചാരികളെല്ലാവരെയും രക്ഷിക്കുന്നു. ഏറെ ആശ്വാസകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഏതാണ്ട് 3 മണിക്കൂറോളം പിന്നിട്ട ശേഷമാണ് സദേൺ സ്കൈസിന്റെ ഈ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നത്. ഇതിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. 2 വയസ്സുള്ള കുഞ്ഞിനെ ഉൾപ്പെടെയാണ് രക്ഷിച്ചത്. ആ കുഞ്ഞ് വളരെ ചിരിച്ചുകൊണ്ട് സാവധാനം കുഞ്ഞുമായി താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഏറെ ആശ്വാസകരം തന്നെയാണ്. പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകളാണ് കടന്നുപോയത്. രാഹുൽ, ആനച്ചാലിയിൽ വലിയ ആളുകളെയൊക്കെ ആകർഷിച്ചിരുന്നാണ് ഡൈനിങ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കവുമൊന്നുമില്ല. ഇന്നിപ്പോൾ ഉണ്ടായ സാങ്കേതിക വിദ്യ അതൊരു താൽക്കാലിക പ്രശ്നമായിരിക്കാം. പക്ഷേ വേണ്ടത്ര അവധാനതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്തില്ല. പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കാമെന്ന് കരുതി അവർ മറ്റാരുടെയും സഹായം തേടിയില്ല, പോലീസിന്റെയോ ഫയർഫോഴ്സിന്റെയോ. അതാണ് ഇതിലെ പിഴവ്. തീർച്ചയായിട്ടും വിനീത, സാഹസിക വിനോദങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് സ്കൈ ഡൈനിങ് വരുന്നത്. മറ്റു ജില്ലകളിൽ അത്ര എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു സംവിധാനമല്ല സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇതിനോട് ആകർഷിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്ന പോലെ തന്നെ, ഇവിടെ ആളുകൾ പറയുന്ന പോലെ തന്നെ 150ഓളം അടി ഉയരത്തിൽ ഇരുന്നുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ആശയം. അതിന് അവർ പരമാവധി 1000 മുതൽ 1200 രൂപയൊക്കെയാണ് ഈടാക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒക്കെയാണ് ഈ മുകളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള, കാഴ്ചകൾ കാണാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും മൂന്നാറിലേക്കൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇത് കണ്ട് ആകർഷിക്കുകയും അങ്ങനെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും. സാഹസിക വിനോദങ്ങൾ എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു വിനോദം കൂടിയാണ്. സ്വാഭാവികമായും അതിനോട് ആകർഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കുടുംബവും ഈ എത്തിയ അവസാനത്തെ ആളെയും താഴെ ഇറക്കുകയാണ് രാഹുൽ. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ത്രീയാണ്, അവരെ കൂടി താഴെ ഇറക്കുന്നു. നമ്മൾ തത്സമയ ക്യാമറ ദൃശ്യങ്ങളാണ്, ആനച്ചാലിൽ നിന്നുള്ള തത്സമയ ക്യാമറ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ, ഏറെ ആശ്വാസകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. വിനോദസഞ്ചാരികളെ മുഴുവനായും താഴേക്ക് ഇറക്കുകയാണ്. കുടുങ്ങിയവരിൽ 5ാമത്തെ ആളെയും ഇപ്പോൾ താഴെ ഇറക്കുന്നു. സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സഞ്ചാരികളിൽ 5ാമത്തെ ആളെയും ഇപ്പോൾ താഴേക്ക് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറെ ആശ്വാസകരമായ ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയണം. ഫയർഫോഴ്സ് ഏറെ സമയം പണിപ്പെട്ടാണ്, ഏറെ ശ്രദ്ധയോടെയാണ്, ഒരു നിമിഷവും എന്തും സംഭവിക്കാമെന്നിരിക്കെ ഏറെ ശ്രദ്ധയോടെയാണ് അവരെ താഴെ ഇറക്കിയത്. ഏറെ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയണം. ഇതാ രാഹുൽ, അവസാനത്തെ ആളെയും താഴെ ഇറക്കിയിരിക്കുന്നു അല്ലേ? വിനീത, അത് ഇവിടുത്തെ ജീവനക്കാരിയാണ്. ഈ സ്കൈ ഡൈനിങ്ങിന്റെ ഭക്ഷണങ്ങളൊക്കെ മുകളിലെത്തിയ ശേഷം വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന വനിതയാണ്. ആ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. അന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ മുകളിലേക്ക് വെച്ച് ഭക്ഷണം വിതരണം ചെയ്തത് ഈ വനിത തന്നെയായിരുന്നു.